ഹായ്, ഞാൻ സുബിൻ വി ആർ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമാണ്. റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വർഷം മുതൽ ന്യൂ ടാക്സ് റെജീം ഡിഫോൾട്ട് റെജീമാണ്. അപ്പോൾ പലരും ന്യൂ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യുന്നത്. ചില ആളുകൾ ഡിഡക്ഷൻസ് ഒക്കെ ഉള്ള ചില ആളുകൾ ഓൾഡ് ടാക്സ് റെജീം പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് വളരെ കുഴപ്പിക്കുന്ന തരത്തിലാണ് ഇപ്രാവശ്യം ആ ചോദ്യം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലരും നമ്മളുടെ അടുത്ത് എൻക്വയറി നടത്തുകയുണ്ടായി. നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണോ സെലക്ട് ചെയ്യുന്നത് എന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചോദിക്കുന്നതിന് പകരം ഇൻകം ടാക്സ് റിട്ടേണിലെ ജനറൽ ഇൻഫർമേഷനിൽ ആ ചോദ്യം കുറച്ച് വളഞ്ഞ വഴിക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ന്യൂ ടാക്സ് റെജീമാണ് അല്ലെങ്കിൽ ഓൾഡ് ടാക്സ് റെജീമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇനി താഴെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഡു യു വിഷ് ടു എക്സർസൈസ് ദ ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115BAC സബ്സെക്ഷൻ 6 ഫോർ ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ ടാക്സ് റെജീം എന്ന് ചോദിച്ചിരിക്കുന്നത്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന് മുൻപ് എല്ലാ വർഷങ്ങളിലും ചോദിക്കാറുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ പഴയ ടാക്സ് റെജീമാണോ ഓപ്റ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ന്യൂ ടാക്സ് റെജീമിൽ നിന്നും ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം നിങ്ങൾ പഴയ ടാക്സ് റെജീമാണ് ഓൾഡ് ടാക്സ് റെജീം സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ യെസ് കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നോ തന്നെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല, നമ്മൾ ന്യൂ ടാക്സ് റെജീം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യം ആൻസർ ചെയ്യുന്ന ആളുകൾ ഇത് തെറ്റിപ്പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗേറ്റ് വേ ആണത്. അപ്പോൾ ഇത് ഇവിടെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങളുടെ തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണ് എടുക്കുന്നതെങ്കിൽ നോ ആണ് കൊടുക്കേണ്ടത്. പഴയ ടാക്സ് റെജീം ഓൾഡ് ടാക്സ് റെജീം അതായത് ഡിഡക്ഷൻസ് ഉള്ള റെജീമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ യെസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ന്യൂ ടാക്സ് റെജീമാണ് നോ എന്നാണ് കൊടുക്കുന്നത്. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.